നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് CHR. ഈ വിഷയമായി നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് പ്രമുഖ അഭിഭാഷകരും 2005 കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് KS മാത്യു ആണ്. സാറേ സ്വാഗതം. നമസ്കാരം. സാറേ, ആദ്യം തന്നെ എന്താണ് ഈ CHR കേസ് എന്ന് വിശദീകരിക്കുക? അതാണ് ശരിക്കും ഇപ്പോഴത്തെ ചർച്ചയിൽ വരാത്ത ഒരു കാര്യം. അതാണ് ഞാനത് വിശദീകരിക്കും. CHR കേസ് വാസ്തവത്തിലുണ്ടാകുന്നത് 2002-ലാണ്. 2002 ഇതുണ്ടാകാനുള്ള കാരണം 1996 TN ഗോദവർമ്മ തിരുമുൽപ്പാട് എന്ന് പറയുന്ന ഒരാളുടെ കേസിൽ, അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് ഫോറസ്റ്റിനെ സംബന്ധിച്ച കേസ്, തിരുമുൽപ്പാട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു കേസിൽ സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധി എന്ന് പറയുന്നത്, അതായത് 1980 വന നിയമം, കേന്ദ്ര വന നിയമം, ആ നിയമം അനുസരിച്ച് 80 മുമ്പ് വനമായിരുന്ന സ്ഥലങ്ങളെല്ലാം 80 ശേഷം വനമായി നിലനിർത്തണം എന്നാണ് 80 പറയുന്നത്. അതിന് വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി അത് മാറ്റണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ തിരുമുൽപ്പാടിൻ്റെ കേസിൽ അവരെടുത്ത ഒരു തർക്കം, ഈ നിയമത്തിൽ വനം എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. കേന്ദ്ര നിയമത്തിൽ വാസ്തവത്തിൽ വനം എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് റിസർവ് വനങ്ങൾ മാത്രമേ വരൂ എന്നൊരു കണ്ടൻഷൻ എടുത്തു. ആ കേസിൽ 96 സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചു. ഈ നിയമം അനുസരിച്ച് വനം എന്ന് പറഞ്ഞാൽ റിസർവ് വനം മാത്രമല്ല, ഏതെങ്കിലും ഗവൺമെൻറ് റെക്കോർഡുകളിൽ വനമായി കാണപ്പെടുകയോ അല്ലെങ്കിൽ സാധാരണ ഡിക്ഷണറി മീനിങ്ങിൽ വനം എന്ന് വിചാരിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത്തരം സ്ഥലങ്ങളെല്ലാം വനമായി തീരും, ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും എന്ന് സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധി. അതിനെ തുടർന്ന് 2002 വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഘടന സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ ഇട്ടു. ഇടുക്കിയിലെ CHR ഏരിയ മുഴുവൻ വനമായി കാണപ്പെടുന്നതാണ്, അത് വനമാണ്. അതുകൊണ്ട് അവിടെ 1980 വന നിയമം ബാധകമാക്കണം. ആ വന നിയമം അനുസരിച്ച് 80 ശേഷം കൊടുത്തിട്ടുള്ള പട്ടയങ്ങൾ, അതിന് ശേഷം കൊടുത്തിട്ടുള്ള കുത്തകപ്പാട്ടങ്ങൾ, അതിനുശേഷമുള്ള കയ്യേറ്റങ്ങളെല്ലാം നിയമവിരുദ്ധമാണ്, കേന്ദ്ര ഗവൺമെൻറ് അനുമതിയില്ലാത്തതാണ്, അതെല്ലാം എവിക്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ സ്ഥലം ഗവൺമെൻറ്റിലേക്ക് റെസ്യൂം ചെയ്യണം, തിരിച്ച് എടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു പെറ്റീഷൻ പോയി. ആ പെറ്റീഷനിലാണ് സുപ്രീം കോടതിയുടെ ഒരു സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയെ നിയമിച്ചു. ഈ വസ്തുത അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടൊരു കമ്മിറ്റിയെ നിയമിച്ചു. അത് 1986 പരിസ്ഥിതി നിയമം അനുസരിച്ച്, പരിസ്ഥിതി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, വനങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എംപവേർഡ് കമ്മിറ്റിയെ നിയമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് സുപ്രീം കോടതി ഒരു എംപവേർഡ് കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയാണ് ഈ കേസിൽ ഇവിടെ വന്ന് CHR പ്രദേശങ്ങൾ വനമാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഇവിടെ വന്ന് പരിശോധിച്ച് അവരൊരു റിപ്പോർട്ട് കൊടുത്തു. ഈ ഉടുമ്പൻചോല ദേവികുളം താലൂക്കിലായിട്ട് കാണപ്പെടുന്ന 334 സ്ക്വയർ മൈൽസ് ഏരിയ 1897 നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വനമാണ്, റിസർവ് വനമാണ്. അത് ഈ 1980 ആക്ട് അനുസരിച്ച് മാനേജ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്ത്, ആ റിപ്പോർട്ടിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇവിടുത്തെ 80 ശേഷം നമ്മുടെ നാട്ടിൽ ധാരാളം ലീസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്, അതെല്ലാം ഇൻവാലിഡായി മാറും. അതുകൊണ്ട് 2005 വണ്ടമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ, കമ്പം കാർഡമം യൂണിയൻ, ഈ 2 അസോസിയേഷനുകൾ ഈ കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചു. അന്ന് സാർ ഇതിൻ്റെ പ്രസിഡന്റ്. അതെ, ആ കാലത്ത് ഇതിനകത്ത് കക്ഷി ചേരാൻ തീരുമാനിച്ചു. കക്ഷി ചേരാൻ പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷൻ കോടതിയിൽ പെൻഡിങ്ങാണ്. അതിനുശേഷം 2007 അന്നത്തെ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ STV മോഹൻദാസ് ഫയൽ ചെയ്ത അഫിഡവിറ്റിൽ ഇന്ന് ഈ ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വൺ എർത്ത് വൺ ലൈഫ് ഹാജരാക്കിയ നോട്ടിഫിക്കേഷൻ വ്യാജമാണെന്നും
അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇല്ലെന്നും ഒറിജിനൽ നോട്ടിഫിക്കേഷനിൽ 15,720 ഏക്കർ മാത്രമേ ഉള്ളൂ. ഈ വ്യാജ പ്രമാണം ഹാജരാക്കിയതിനെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് 2007 തന്നെ അസോസിയേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ 15,720 ഏക്കർ എന്നുള്ളത് പെട്ടെന്നങ്ങ് മാറി 2,15,700 ഏക്കർ അങ്ങനെ പെട്ടെന്നായത് എങ്ങനെയാണ് സാർ? അങ്ങനെ വന്ന കാരണം എന്താണ്? അതിന് ഒരു ചരിത്രപരമായ കാരണമുണ്ട്. കാരണം 1897 നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് ഏരിയ പറഞ്ഞിരിക്കുന്നത് 15,720 ഏക്കറാണ്. പക്ഷേ അതിൻ്റെ ബൗണ്ടറി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഉടുമ്പൻചോല താലൂക്കും ദേവികുളത്തിൻ്റെ കുറേ ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഏതാണ്ട് ഈ 2-3 ലക്ഷം ഏക്കർ വരുന്ന ഒരു ഏരിയയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്ര ഏരിയ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ ചില മാനുവലുകൾ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്നുമില്ല, അവരുടെ ചില റെക്കോർഡുകളിൽ ഇങ്ങനെ ഇത്രയും ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു ചരിത്രപരമായ കാരണം കൂടെയുണ്ട്. അതായത് ഇതിനു മുമ്പ് 1822 ഒരു രാജവിളംബരമുണ്ട്. ആ രാജവിളംബരത്തിൽ ഇത്രയും ഏരിയ പെരിയാറിന് കിഴക്കോട്ട്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പെരിയാറിന് കിഴക്കോട്ട് കമ്പംമെട്ട് വരെയുള്ള സ്ഥലം, അതായത് നമ്മുടെ ഇന്നത്തെ ഉടുമ്പൻചോല ദേവികുളം താലൂക്കുകൾ, ഇത്രയും സ്ഥലങ്ങൾ. അന്ന് ഉടുമ്പൻചോല താലൂക്കില്ല, ദേവികുളം താലൂക്കില്ല, പീരുമേട് താലൂക്കില്ല, അന്ന് തൊടുപുഴ താലൂക്ക് മാത്രമേ ഉള്ളൂ. തൊടുപുഴ താലൂക്കും ചങ്ങനാശ്ശേരി താലൂക്കുകളുള്ളൂ കോട്ടയം ജില്ലയിൽ. അപ്പോൾ ഇത്രയും ഏരിയ ഏലം കൃഷിക്കായി ഒഴിച്ചിട്ടിരിക്കുന്നു. ഏലം കൃഷിക്ക് വേണ്ടി വേണ്ട പ്രോത്സാഹനങ്ങൾ നടത്തേണ്ടതാണെന്ന് പറഞ്ഞ് ഒരു നോട്ടിഫിക്കേഷൻ 1822 ഈ ഏരിയയ്ക്ക് മൊത്തം ബാധകമായ ഒരു നോട്ടിഫിക്കേഷനാണ്. അതൊരു റിസർവ് ഫോറസ്റ്റിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട് എന്നൊക്കെയുള്ള ധാരണയിലാണ് ഫോറസ്റ്റുകാർ ഇത്തരം കാര്യങ്ങൾ എടുത്തിരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 1822 ഫോറസ്റ്റ് ആക്ട് നിലവിലില്ല. രാജ്യത്തൊരിടത്തും, ഇന്ത്യയിൽ ഒരിടത്തും ഫോറസ്റ്റ് ആക്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു റിസർവ് ഫോറസ്റ്റ് ഡിക്ലെയർ ചെയ്യാനുള്ള നിയമപരമായ സാധ്യതയുമില്ല. അത് വെറും ഒരു രാജവിളംബരം മാത്രമാണ്. അത് ഏലകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള വിളംബരം. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ കണക്കുകൂട്ടലിൽ നിന്ന് കണക്കുകൂട്ടി എടുത്തതാണ് ഇത്രയും ഏരിയ ഉണ്ട് എന്നുള്ളത്. അതിന് നിയമപരമായ സാധ്യതയുള്ള ഒരു റെക്കോർഡുമില്ല. അവർ കണക്ക് കൂട്ടിയെടുത്തേക്കുന്നത് പുകമറ മാത്രം. അവർ സുപ്രീം കോടതി കൊടുത്ത ഈ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ്റെ ഒരു ട്രാൻസ്ലേഷൻ എന്നുള്ള നിലയിൽ സുപ്രീം കോടതി കൊടുത്തതിനകത്ത് അവർ 15 ഇപ്പുറത്ത് ഒരു 2 കൂടെ ചേർത്ത് 2 ലക്ഷത്തി, കാരണം ഈ 334 സ്ക്വയർ മൈൽസ് എന്ന് പറയുന്ന ഒരു കണക്ക് ട്രാവൻകൂർ മാനുവലിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനുവലിലും ഒക്കെ ആ കാലത്തുണ്ട്. കാടമം ഹിൽസ്, ശരിക്കും അത് കാടമം ഹിൽ റിസർവ്, CHR അല്ല, CH എന്നേ പറയാൻ പറ്റുള്ളൂ. ഏലമല കാടുകൾ എന്നാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റിസർവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഒരു റിസർവിൻ്റെ സ്റ്റാറ്റസ് ഉള്ള 15,720 ഏക്കർ മാത്രം. അതാണ് ഇങ്ങനെ തിരുത്തി കൊടുത്തത്. ഇത് പുതിയതായിട്ട് കണ്ടുപിടിച്ച കാര്യമല്ല. ഇത് 2007 STV മോഹൻദാസ് അസോസിയേഷന് വേണ്ടി കൊടുത്ത, അതിൻ്റെ സെക്രട്ടറി മുതൽ കൊടുത്ത അവിടെ വീട്ടിൽ കൃത്യമായി പറയുകയും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും കേസ് ചാർജ് ചെയ്യണമെന്നും അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പെറ്റീഷൻ ഇപ്പോഴും പെൻഡിങ്ങാണ്. ഇപ്പം നിലവിൽ കേരള സർക്കാർ കർഷകരെ നിലപാട് കോടതിയിൽ സ്വീകരിക്കുന്ന ഒരു സംവിധാനത്തിൽ പോകുന്നുണ്ടോ? അപ്പോൾ സർക്കാരിൻ്റെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ 2005 കൊടുത്ത 2002 വണ്ണെടുത്ത് കൊടുത്ത പെറ്റീഷനും എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനും കേരള ഗവൺമെൻറ് കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കൗണ്ടർ അഫിഡവിറ്റിൽ കേരള ഗവൺമെൻറ് കൃത്യമായിട്ട് 2007 ഫയൽ ചെയ്തു. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ റിസർവിൻ്റെ ഏരിയ, നിയമമനുസരിച്ചുള്ള റിസർവിൻ്റെ ഏരിയ 15,720 ഏക്കർ. അത് മാത്രമേ റിസർവ് ഫോറസ്റ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങൾ ഏലം കൃഷി ചെയ്തു വരുന്ന സ്ഥലങ്ങളാണ്. അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ്. 100% റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ് ആദ്യം മുതൽ. ഒരു കാലത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ പോയിട്ടില്ല. അതിൻ്റെ മാനേജ്മെൻറ്റിൽ ഒരിക്കലും ഫോറസ്റ്റിനെ ഏൽപ്പിച്ചിട്ടില്ല. ഫോറസ്റ്റിന് ഈ വനത്തിൽ ഈ റവന്യൂ ഭൂമിയിലുള്ള മരത്തിൻ്റെ സംരക്ഷണ ചുമതല മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഇത് ഫോറസ്റ്റ് ലാൻഡ് അല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ തർക്കം ഉണ്ടാകാനുള്ള കാരണം, ഈ വണ്ണെടുത്ത് അതിനുശേഷം
മറ്റ് ചില ഡോക്യുമെൻസുകളെല്ലാം ഹാജരാക്കി. അതായത് ചില റവന്യൂ രേഖകളിൽ ഇത് വനമാണെന്ന് കാണുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില മാനുവലുകളിൽ ഈ കേരളത്തിൻ്റെ വനത്തിൻ്റെ കൂട്ടത്തിൽ CHR മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ട് കാണും. പിന്നെ നിയമസഭയിൽ കൊടുത്ത ചില മറുപടികളിലൊക്കെ, വനം മന്ത്രി കൊടുത്ത മറുപടികളിലൊക്കെ CHR വനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് തരിക. ഇത് വനമാണോ, വനമാണെങ്കിൽ എത്ര ഏരിയ ഉണ്ട്, കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത 24-ാം തീയതി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി അവധി വെച്ചിരിക്കുക. അവിടെ വിട്ടു കൊടുക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് ഇതുവരെ എതിരായ ഒരു സ്റ്റാൻഡ് എടുത്തു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേസിൽ. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് വനമാണ് എന്ന് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടോ നിലവിൽ? തീർച്ചയായിട്ടും ഇല്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പ്രത്യേക സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കൊടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അതെല്ലാം തെറ്റായ പ്രചരണങ്ങളാണ്. കേരള ഗവൺമെൻറ്റിന് വേണ്ടി കേരള ചീഫ് സെക്രട്ടറിയാണ്. ഇപ്പം പുറത്തു വരുന്ന പല ചർച്ചകളൊക്കെ ഇപ്പോൾ ഇതുമായിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സത്യവാങ്മൂലം കൊടുത്തെന്നും ഇത് മൊത്തത്തിൽ ഒരു ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളാണ് വരുന്നത്. പക്ഷേ ഇതിന് സത്യാവസ്ഥയായിരിക്കും പറഞ്ഞ് അറിയത്തില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും പറഞ്ഞ സത്യവാങ്മൂലം കൊടുത്തിട്ടില്ലെന്നാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സത്യവാങ്മൂലം കൊടുക്കേണ്ട കാര്യമില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കേസ് കക്ഷിയല്ല, കേരള ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് ഓഫ് കേരളയാണ് കേസിലെ എതിർ കക്ഷി. സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ് അവിടെ വിട്ടു കൊടുക്കേണ്ടത്. ഇതിനു മുമ്പ് കൊടുത്തിരിക്കുന്ന അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന PJ തോമസാണ്. ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയാണ് കൊടുക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അവിടെ വിട്ടു കൊടുക്കാനുള്ള ഒരു സ്കോപ്പുമില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണമെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കാം. അവിടെ വിട്ട് തയ്യാറാക്കുന്നത് ചീഫ് സെക്രട്ടറിയാണ്. അത് ഇവിടുത്തെ അഡ്വക്കേറ്റ് ജനറലുമായിട്ട് ആലോചിച്ച് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അപ്രൂവൽ വാങ്ങിച്ചിട്ട് ചീഫ് സെക്രട്ടറിയാണ് സൈൻ ചെയ്യുന്നത്. ഇത് കൂടാതെ കേരള ഗവൺമെൻറ് വളരെ സീനിയറായ ഒരു ലോയറെ സുപ്രീം കോടതിയിൽ ഈ കേസിന് വേണ്ടി കേരളത്തിൻ്റെ കൗൺസിലായി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഈ പ്രചരണം നടക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു കാര്യം ഇതിനകത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഈ കേസിൽ സ്വീകരിക്കാൻ പറ്റുന്ന നടപടി? അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിയമപരമായിട്ട് ഇത് റിസർവ് ഫോറസ്റ്റ് അല്ല. 15,720 മാത്രമേ റിസർവ് ഫോറസ്റ്റ് ഉള്ളൂ, ബാക്കി റിസർവ് ഫോറസ്റ്റ് അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോലും ഈ കേസ് കൊടുത്ത കാലത്ത്, അതായത് 2005 സ്ഥിതി ഞാൻ പറഞ്ഞല്ലോ, ഈ 96 വന്ന വിധി അനുസരിച്ച് റിസർവ് ഫോറസ്റ്റ് ആകണമെന്നില്ല. ഫോറസ്റ്റ് ആകണം, വെറും ഫോറസ്റ്റ് ആയാൽ മതി. അത് പ്രൈവറ്റ് വ്യക്തിയുടെ കയ്യിലിരുന്നാലും റവന്യൂവിൻ്റെ കയ്യിലിരുന്നാലും എവിടെ ഇരുന്നാലും ഫോറസ്റ്റായിട്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം ഈ നിയമത്തിൻ്റെ കീഴിൽ വരും എന്നുള്ള വിധി വന്നതുകൊണ്ടാണ് ഇവർ ഈ പെറ്റീഷൻ ഫയൽ ചെയ്തത്. അപ്പോൾ അന്ന് റിസർവ് ഫോറസ്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ ആ കേസിലെടുത്ത ഒരു സ്റ്റാൻഡ് ഇത് ഫോറസ്റ്റേ അല്ല, റിസർവ് ഫോറസ്റ്റ് എന്നല്ല, ഫോറസ്റ്റേ അല്ല, ഇത് റവന്യൂ ലാൻഡാണ്, അതുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ഡെഫിനിഷനിലേ വരുന്നില്ലെന്നൊരു സ്റ്റാൻഡ് അന്ന് എടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ വിധി വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ CHRനെ മാത്രമല്ല, ഇത് ഇന്ത്യയിലെ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഒരുപാട് ജനവിഭാഗങ്ങളെ ബാധിച്ചു. അതായത് 80-ന് മുമ്പ് ഗവൺമെൻറ് അനുമതിയോടുകൂടി കൈവശം വെച്ചും പട്ടയം മേടിച്ചും ലീസ് എടുത്തും ഒക്കെ കൃഷി ചെയ്ത് സെറ്റിലായി വന്ന ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. അവരെല്ലാം ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അത് ഗവൺമെൻറ് ഒരു കൺസേൺ ആയതുകൊണ്ട് ഈ 2023 ഇന്ത്യ ഗവൺമെൻറ് ഈ ഫോറസ്റ്റ് ആക്ട് അമെൻഡ് ചെയ്തു. 1980 ഫോറസ്റ്റ് ആക്ട് അമെൻഡ് ചെയ്തിട്ട് അതിൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇപ്പോൾ ഫോറസ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 റിസർവ് ഫോറസ്റ്റ്, 2 റിസർവ് ഫോറസ്റ്റ് അല്ലെങ്കിലും ഏതെങ്കിലും ഗവൺമെൻറ് റെക്കോർഡുകളിൽ ഫോറസ്റ്റായിട്ട് രേഖപ്പെടുത്തുകയും ഫോറസ്റ്റായി കാണപ്പെടുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ. പക്ഷെ അതിനകത്തൊരു ക്ലോസ് ചേർത്തു. ഈ പറഞ്ഞതിനകത്ത്, അതായത് ഫോറസ്റ്റായിട്ട് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഫോറസ്റ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ 1996, അതായത് ഈ വിധി വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ ഗവൺമെൻറ് അനുമതിയോടുകൂടി, സ്റ്റേറ്റിൻ്റെയോ സെൻട്രലിൻ്റെ അനുമതിയോടുകൂടി മറ്റാവശ്യങ്ങൾക്ക്, വനേതര ആവശ്യങ്ങൾക്ക്, കൃഷി ഉൾപ്പെടെ വനേതര ആവശ്യങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങൾ വനമായി പരിഗണിക്കേണ്ടതില്ല. ക്ലിയറാണ്. നമ്മുടെ സ്ഥലം, നമ്മുടെ ഈ സ്ഥലങ്ങൾ മുഴുവൻ 96-ന് മുമ്പ് ഒന്നെങ്കിൽ ഗവൺമെൻറ് കാർഡമൺ റൂൾസ് അനുസരിച്ച് ഏലപ്പട്ടയം തന്നിട്ടുണ്ട്,
അല്ലെങ്കിൽ LA പട്ടയം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലീസ് വന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ് കൃഷി ചെയ്യാൻ നിയമപരമായിട്ട് അനുവദിച്ച സ്ഥലങ്ങളാണ് ഈ പറയുന്ന മുഴുവൻ ഏരിയയും. കാടമം ഹിൽസ് എന്ന് പറയുന്ന ഏലമലക്കാടുകൾ മുഴുവൻ ഗവൺമെൻറ് അനുമതിയോടുകൂടി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ 80-ലെ ആക്ടിൻ്റെ ഡെഫിനിഷൻ 23 പുതിയതായിട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മളെല്ലാം അതിനകത്ത് ഒഴിവായി. അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുന്ന കേസിൽ നമ്മൾ പറയേണ്ട കാര്യം ഇത് ഏതൊക്കെ ഡെഫിനിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഏതൊക്കെ റെക്കോർഡുകളിൽ വനമായിട്ട് കാണപ്പെട്ടാലും എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വനമായിട്ട് റിപ്പോർട്ട് ചെയ്താലും പുതിയ നിയമം അനുസരിച്ച് നമ്മൾ വനത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ തെളിവല്ലേ? അതാണ് ഏറ്റവും വലിയ നമ്മുടെ ഈ കേസിൻ്റെ ഏറ്റവും വലിയ പോയിന്റ്. അതാണ്. പക്ഷെ അതിനൊരു ചെറിയ കുഴപ്പമുണ്ട്. എന്ന് വെച്ചാൽ ഈ നിയമം 23 പാസ്സാക്കി അത് പ്രസിഡൻറ്റിൻ്റെ സമ്മതത്തോടു കൂടി വിജ്ഞാപനം ചെയ്തു. അപ്പോൾ ആ നിയമത്തിനെതിരെ ഒരു സംഘടന, ഫോറസ്റ്റുകാരുടെ ഒരു സംഘടന, സുപ്രീം കോടതി, റിട്ടയേർഡായിട്ടുള്ള കുറച്ച് ഫോറസ്റ്റുകാരുടെ ഒരു സംഘടന സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഈ നിയമം നടപ്പിലാക്കാൻ പാടില്ല, ഇത് ഈ രാജ്യത്തെ വനങ്ങളില്ലാതെയാക്കും എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഫയൽ ചെയ്തു. അതുകൊണ്ട് ഇത് സ്റ്റേ ചെയ്യണമെന്ന്. സ്റ്റേ സുപ്രീം കോടതി കൊടുത്തില്ല. ആ കേസ് നിലവിലുണ്ട്. ആ കേസ് അവിടെ വാദത്തിന് വേണ്ടി ഇരിക്കുന്നു. സ്റ്റേ കൊടുത്തില്ല. കാരണം നിയമം പാസ്സാക്കാനുള്ള അധികാരം പാർലമെൻറ്റിൻ്റെയാണ്. അത് സുപ്രീം കോടതിക്ക് അതിനകത്ത് വാസ്തവത്തിൽ ഇടപെടാനുള്ള അവകാശമില്ല. ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. എന്നാലും കേസ് നിലവിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, കർഷക സംഘടനകൾ ചെയ്യേണ്ടത് ആ കേസിലും കൂടെ കക്ഷി ചേരുക. മറ്റ് പല സ്റ്റേറ്റിലെയും കർഷകർ ചേർന്നിട്ടുണ്ട്. CHR-ലെ ഏല കർഷകരും അവരുടെ സംഘടനയും ആ കേസിൽ കക്ഷി ചേരും. കാരണം നമുക്ക് ഏറ്റവും എളുപ്പം ഈ കേസിൽ നിന്ന് ഊരിപ്പോകാനുള്ള വഴി ആ നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ്. ആ നിയമം നടപ്പിലാക്കിയാൽ ഈ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ പട്ടയങ്ങളും സാധുവായി തീരും. അപ്പോൾ ആ കേസിൽ കക്ഷി ചേരുകയും ആ കാര്യം ഈ കോടതി ഈ കേസിൽ പറയുകയും ചെയ്യുക. ഈ പുതിയ നിയമം അനുസരിച്ച് ഇതിനകത്ത് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളെ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് എന്ന് പറഞ്ഞ് അവിടെ വിട്ട് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് ഇപ്പോൾ ഈ സംഘടനകൾ തമ്മിലും രാഷ്ട്രീയക്കാർ തമ്മിലും പറയുന്ന തർക്കമൊന്നുമല്ല ഇതിനകത്ത് യഥാർത്ഥ ലീഗൽ പോയിന്റ്. ഈ ഒരു കാര്യത്തിൽ എല്ലാ സംഘടനകളും രാഷ്ട്രീയക്കാരും ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്ക് കരുതി പിടിച്ചിരിക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും ഈ പോയിന്റിലേക്ക് കേസ് നടത്താനാണ് വരേണ്ടത്. ഇത് LDF-ൻ്റെ കുഴപ്പം കൊണ്ടാണോ, UDF-ൻ്റെ കുഴപ്പം കൊണ്ടാണോ, ഏതെങ്കിലും സംഘടനയുടെ കുഴപ്പം കൊണ്ടാണോ എന്നുള്ളതല്ല ഇന്നത്തെ പോയിന്റ്. സുപ്രീം കോടതിയുടെ മുന്നിലുള്ള വിഷയം അതല്ല. ഇത് വനത്തിൻ്റെ ഡെഫിനിഷനിൽ വരുന്ന സ്ഥലമാണോ, 1980-ലെ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണോ CHR എന്നുള്ള ഒറ്റ ലീഗൽ ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ മറുപടി പറയണമെങ്കിൽ ഇപ്പോഴത്തെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ അതിനകത്ത് വരികയില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. ഈ CHR തൊടുപുഴ താലൂക്കിലെ കാരിക്കോട് വില്ലേജിൽ മാത്രമാണെന്ന് പറയുന്ന ഒരു വാദമുണ്ട്. അത് ശരിയാണ്. അത് വെറും ടെക്നിക്കലാണ്. കാരണം 1897-ലാണ് ഈ CHR നോട്ടിഫിക്കേഷൻ ഉണ്ടാകുന്നത്. റിസർവ് നോട്ടിഫിക്കേഷൻ. റിസർവായിട്ടൊരു സ്ഥലം നോട്ടിഫൈ ചെയ്യണമെങ്കിൽ ആ കാലത്ത് നിലവിലുള്ള ഫോറസ്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ അനുസരിച്ച്, ഇപ്പോഴത്തെ ഫോറസ്റ്റ് ആക്ടാണ് സെക്ഷൻ 4 ആണ്, അന്ന് 18 ആണ് മദ്രാസ് ഫോറസ്റ്റ് റെഗുലേഷൻ. 18 അനുസരിച്ച് ഒരു നോട്ടിഫിക്കേഷൻ വേണം. ആദ്യം ഒരു പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ വേണം. ഇന്ന സ്ഥലങ്ങൾ നോട്ടിഫൈ ചെയ്യാൻ പോകുന്നു, റിസർവ് ആക്കാൻ പോകുന്നു, ആർക്കെങ്കിലും അവകാശങ്ങളുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ വേണം. അവകാശങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഫൈനൽ നോട്ടിഫിക്കേഷൻ വേണം. ഈ നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നതോടുകൂടി മാത്രമേ വനം റിസർവായി മാറുള്ളൂ. ഈ 15,000 ഏക്കറിനെ സംബന്ധിച്ച് ഇത് രണ്ടുമുണ്ട്. പ്രിലിമിനറി നോട്ടിഫിക്കേഷനുണ്ട്, ഫൈനൽ നോട്ടിഫിക്കേഷൻ. പക്ഷേ അതിനകത്ത് അന്ന് പറഞ്ഞിരിക്കുന്നത് കാരിക്കോട്, തൊടുപുഴ താലൂക്കിലെ കാരിക്കോട് വില്ലേജിൽ നിന്നാണ്. കാരിക്കോട് പകുതിയോ കാരിക്കോട് വില്ലേജ് എന്നൊക്കെയാണ് അന്ന് ഉപയോഗിക്കുന്ന വാക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 1897-ൽ കാരിക്കോട് വില്ലേജേ ഉള്ളൂ. നമ്മുടെ എൻ്റയർ ഉടുമ്പൻചോല താലൂക്ക് കാരിക്കോട് വില്ലേജിലാണ്. ഉടുമ്പൻചോല താലൂക്ക് ഉണ്ടാകുന്നത് 1910-ലാണ്. ദേവികുളം താലൂക്ക് ഉണ്ടാകുന്നത് 1910-ലാണ്. അല്ല, ഉടുമ്പൻചോല താലൂക്ക് ഉണ്ടാകുന്നത് 1956-ലാണ്. ദേവികുളം, പീരുമേട് താലൂക്കുകളാണ് 1910-ലുണ്ടാകുന്നത്. അപ്പം നമുക്കിപ്പോൾ പഴയ കാലത്തെ ആധാരങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടെ ചില ആധാരങ്ങളുണ്ട് ഈ 1900 കാലഘട്ടത്തിൽ. അതിൽ വെച്ചിരിക്കുന്നത് കാരിക്കോട് വില്ലേജാണ്. നമ്മുടെ ചപ്പാത്തിൽ ഒരു കോഫി എസ്റ്റേറ്റ് ഉണ്ട്, മാട്ടിയുടെ എസ്റ്റേറ്റ് ഉണ്ട്. അതിൻ്റെ ആധാരം പരിശോധിച്ചാൽ അറിയാം അത് കാരിക്കോട് വില്ലേജിലാണെന്ന്, 1900 കാലഘട്ടത്തിൽ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇതിൻ്റെ ഒരു ബൗണ്ടറി, പടിഞ്ഞാറേ ബൗണ്ടറി എന്ന് പറയുന്നത് പെരിയാറാണ്.
CHRൻ്റെ. അതായത് തേക്കടിയിലെ മുതിരപ്പുഴ മുതൽ പൊന്മുടി വരെയുള്ള പെരിയാറാണ് ഒരു ബൗണ്ടറി. പെരിയാർ ഇന്നും ഉണ്ട്. ബാക്കി ബൗണ്ടറികളൊക്കെ പോയി എന്ന് നമുക്ക് പറയാം. പെരിയാർ ഇന്നും നിലവിലുണ്ട്. പെരിയാറിന് കിഴക്കോട്ടേ ഉള്ളൂ CHR. കാരിക്കോട് വില്ലേജിലാണ്, തൊടുപുഴ താലൂക്കിലാണെന്ന് പറഞ്ഞാൽ പെരിയാറിന് അപ്പുറേ വരണം. ഇപ്പോൾ പെരിയാറിന് കിഴക്കോട്ടുള്ളൂ. പെരിയാറിന് കിഴക്കോട്ട് മാത്രമേ ഉള്ളൂ. അത് പഴയ രാജവിളംബരം മുതൽ പെരിയാറിന് കിഴക്കോട്ട് മാത്രമേ ഏലമലക്കാടുകളുള്ളൂ. അപ്പോൾ ഏലമലക്കാടുകൾ അവിടെയാണെന്ന് പറയുന്നത് വെറും ടെക്നിക്കലാണ്. ആ വിജ്ഞാപനം ഉണ്ടായ കാലത്ത് കാരിക്കോട് വില്ലേജേ ഉള്ളൂ. എന്തായാലും CHR വിഷയത്തെക്കുറിച്ച് വിശദമായി നമ്മളോട് സംസാരിച്ച നമ്മുടെ അഡ്വക്കേറ്റ് KS മാത്യു സാറിന് നന്ദി പറയുന്നു. ഈ വിഷയത്തിൽ കർഷക സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുമിച്ച് നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. News, advertising, events, live, branding, social media marketing, media productions, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.